ഡിയർ സോൾസ്, നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്? നമ്മളിതാണ് നോക്കുന്നത്. ജനറലിയാണ് കേട്ടോ, അത് ആദ്യം എപ്പോഴും പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. യെസ്, ഈഗോ. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിലാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈഗോ കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിഷമിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഈഗോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് അത് മാറും. എന്നാൽ ഇപ്പോൾ റിഗ്രറ്റ് ആണ്. എന്താണ്? ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. അതായത് പോയ ബുദ്ധി ആന പിടിച്ചാൽ വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം വലിയ കയ്യിൽ കിട്ടുന്ന സമയത്ത് ചില വ്യക്തികൾ അങ്ങനെയാണ്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു ഈഗോ വെച്ച് പുലർത്തുക, നമ്മളെ അടിച്ചമർത്താൻ നോക്കുക, നമ്മൾ അനുസരിപ്പിക്കാൻ നോക്കുക, അങ്ങനെയുള്ള ചില വൃത്തികെട്ട ആ ഒരു പാറ്റേൺ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയി പോയി പണി നോക്കുക എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഞാനങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുകളൊക്കെ വന്നുപോയി എന്നുള്ള ആ റിഗ്രഷൻ വരും. അവിടെ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, പിന്നെ ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ഈക്വലായിട്ടുള്ള ആ ഗിവ് ആൻഡ് ടേക്കോട് കൂടിയുള്ള ലൈഫ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ചില ഈഗോ ഒക്കെ അങ്ങോട്ട് വന്നു, അതുകൊണ്ട് വലിയൊരു ഷോയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രഷൻ വരുന്നു. അതിന് ശേഷം പറയുന്നു നമുക്കിങ്ങനെ ഒരു ഈക്വലായിട്ടുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്കോട് കൂടി നല്ല ഒരു ബന്ധം കെട്ടിപ്പടുക്കാം, നമുക്കങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്ത്? ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.